ഹലോ എവരി വൺ, ഏവർക്കും മഞ്ജു ടൈംസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ധാരാളം സ്റ്റുഡൻസ് കുറേ ഡൗട്ടും കാര്യങ്ങളും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ബേസിക്കലി ഞാനൊരു എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൾമോസ്റ്റ് ഒരു 10 വർഷമായി. അപ്പം എനിക്ക് പല സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ കേട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, സർ ഞാൻ നോൺ IT ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ എനിക്ക് IT കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ അത് റിലേറ്റ് ചെയ്ത് എനിക്കൊരു IT പ്രൊഫഷണൽ ആവാൻ പറ്റുമോ എന്നൊക്കെയാണ് സാധാരണ സ്റ്റുഡൻസ് ചോദിക്കാറ്. അപ്പം ഞാൻ അതിന് കുറച്ചും കൂടെ ഒരു ബ്രീഫിംഗ് തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇപ്പം നമുക്ക് നോൺ IT എന്ന് പറയുന്നത് ഇപ്പം BTech മെക്കാനിക്കൽ പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയോ അല്ലെങ്കിൽ BCom BA പോലത്തെ കോഴ്സ് എടുത്ത ആൾക്കാരെയാണ് നമ്മൾ നോർമലി നോൺ IT ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. IT എന്ന് പറയുന്നത് BTech കമ്പ്യൂട്ടർ സയൻസ്, MCA BCA പോലത്തെ കോഴ്സ് എടുത്ത ആൾക്കാർ നമുക്ക് IT ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാം. സോ ഇപ്പം ധാരാളം സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ BCom കഴിഞ്ഞിട്ട് മേ ബി ഇപ്പം ടെക്നോ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പം മേ ബി ഇപ്പം ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടും അക്കാഡമിയും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മിക്കതും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ള പ്രോഗ്രാമാണ്. അപ്പം ഈ നോൺ ITയും ITയിലുമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണുന്നത് മെയിൻലി നോൺ ITക്കാർക്ക് കിട്ടുന്ന അവസരങ്ങൾ കമ്പയറിങ് ടു IT കുറവായിരിക്കും. അല്ലെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ടിലൊരു കുട്ടിക്ക് ഇപ്പം ഒരു കോഴ്സ് കഴിഞ്ഞാൽ ചിലപ്പം 7-8 ഇൻ്റർവ്യൂസ്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ചിലപ്പോൾ 7-8 ഇൻ്റർവ്യൂസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിഫിക്കേഷൻ. അതേസമയം നോൺ ITക്കാർക്ക് ചിലപ്പോൾ 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം റിക്വയർമെൻറ്റ് കമ്പനി പറയുകയാണ്, ഇപ്പം നോൺ ITയും കുഴപ്പമില്ല, അക്കാഡമിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാമെന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പം മെയിൻലി ഈ ഒരു ഡിഫറൻസാണ് വരുന്നത്. അതായത് നമ്മൾ പ്ലേസ്മെൻറ്റ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിച്ച് പോവുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഈ ഒരു ഫിൽട്രേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം നോൺ ITക്കാർ ഇപ്പം ഇൻട്രസ്റ്റോടെ വന്ന് പഠിച്ച് പോവുകയാണെങ്കിൽ, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കിട്ടുന്ന ലിമിറ്റഡ് അവസരമാണെങ്കിലും അതിലേതെങ്കിലുമൊക്കെ ഒരു കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി അപ്പം അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആഗ്രഹത്തോടെ പഠിക്കുക. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ്സൊക്കെ ഈവൻ ഒരു നോൺ ITക്കാർക്കും ഇന്നത്തെ കാലത്ത് ഉണ്ട്. ഇനിയിപ്പോൾ നോൺ ITക്കാർക്ക് എന്തൊക്കെ കോഴ്സ് ചെയ്യാം എന്നത് നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.